ലോകത്തിൻ്റെ ഏത് കോണിലാണെങ്കിലും തിരുവോണ ദിവസം ഒരു ചെറിയ സദ്യ തയ്യാറാക്കി കുടുംബാംഗങ്ങളോടൊപ്പം അത് കഴിക്കാൻ താല്പര്യമുള്ളവരാണ് നമ്മൾ മലയാളികൾ എല്ലാവരും അല്ലേ. നമുക്ക് എല്ലാവർക്കും വളരെ പ്രിയപ്പെട്ടതുമാണ് ആ തിരുവോണ ദിവസത്തെ സദ്യ. മല്ലൂസ് കഫേയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് സദ്യകളിൽ പ്രധാനിയായിട്ടുള്ള ഇഞ്ചിക്കറിയുടെ റെസിപ്പിയാണ്. നമുക്കറിയാവുന്നതാണ് 108 കറികൾക്ക് തുല്യമാണ് ഇഞ്ചിക്കറി എന്നുള്ളത് അല്ലേ. അപ്പോൾ വളരെ പെട്ടെന്ന് നല്ലൊരു ഇഞ്ചിക്കറി നമുക്ക് എങ്ങനെ വീട്ടിൽ തയ്യാറാക്കി എടുക്കാമെന്നാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ മല്ലൂസ് കഫേയുടെ തുടർന്നുള്ള എല്ലാ വീഡിയോസും നിങ്ങൾ കാണുക. ഓണസദ്യയ്ക്ക് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന പെട്ടെന്നുള്ള കുറേ കറികളുടെ റെസിപ്പീസ് ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഇഞ്ചി കറിയോടൊപ്പം തന്നെ അടുത്തൊരു വീഡിയോയിൽ ഇഞ്ചി പുളി എങ്ങനെ തയ്യാറാക്കാമെന്ന് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അപ്പം വീഡിയോസ് ആദ്യമായിട്ടാണ് മല്ലൂസ് കഫേയിൽ നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. തുടർന്ന് വീഡിയോസൊക്കെ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഞങ്ങളെ അറിയിക്കുക. പിന്നെ ഫേസ്ബുക്കിലും ട്വിറ്ററിലും ഞങ്ങൾ ഓരോ പേജുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, അതും ഫോളോ ചെയ്യുക. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. തുടർന്ന് ഒരുപാട് വീഡിയോസ് ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ആയിട്ടുള്ള ഇഞ്ചി കറി എങ്ങനെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാമെന്ന് നമുക്ക് നോക്കാം. നമുക്ക് വീഡിയോയിലോട്ട് പോവാം. നമ്മളൊന്ന് മുറ്റത്ത് അടുപ്പൊക്കെ കൂട്ടിയിട്ടാണ് ഇഞ്ചിക്കറി വയ്ക്കുന്നത്. അപ്പം ഞാൻ അടുപ്പിൽ തീയൊക്കെ കത്തിച്ച് തീയൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ഇതിനകത്തോട്ട് ചട്ടി വെക്കാം. അപ്പോൾ നമുക്കിനി ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ചട്ടി ഒന്ന് ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇഞ്ചിക്കറിക്ക് നമ്മൾ ഇഞ്ചി വറുത്ത് കോരിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള എണ്ണ ഒഴിക്കണം. അപ്പോൾ എണ്ണ ഒന്ന് ചൂടായി വന്നു കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ വട്ടത്തിൽ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചി ഇട്ട് കൊടുക്കാം. വളരെ നേർത്തതായിട്ട് അരിയണം, കാരണം നമ്മൾ ഇഞ്ചി വറുത്ത് കോരി എടുക്കണം. വറുത്ത് കോരി നന്നായിട്ട് പെട്ടെന്ന് എല്ലാ സൈഡും ഇഞ്ചിയുടെ മൂത്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ നന്നായിട്ട് വളരെ ചെറുതായിട്ട് നല്ല നൈസായിട്ട് അരിഞ്ഞെടുത്താൽ മാത്രമേ ഇഞ്ചി നന്നായിട്ട് എല്ലായിടവും മൂത്ത് കിട്ടത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വട്ടത്തിൽ വളരെ നേർത്തതായിട്ടാണ് അരിഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്കത് വളരെ ചെറിയ രീതിയിൽ എങ്ങനെ വേണമെങ്കിലും അരിഞ്ഞെടുക്കാം. റൗണ്ടിൽ തന്നെ അരിയണം എന്നൊന്നുമില്ല, പക്ഷേ എല്ലാം ഒരേ അളവിൽ തന്നെ അരിയാൻ നോക്കണം, കാരണം എങ്കിൽ ഒരേപോലെ മൂത്ത് കിട്ടത്തുള്ളൂ. ഇല്ലെങ്കിൽ എല്ലാം പല ഒരേ അളവിലായി പോവും. ഇഞ്ചി ഇപ്പം നന്നായിട്ട് എണ്ണയിൽ കിടന്ന് വറുത്ത് കിട്ടണം നമുക്ക്, എങ്കിലേ നമുക്കത് ഇഞ്ചി പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇത് നന്നായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ട് തന്നെ നമ്മൾ ഇഞ്ചി എണ്ണയിൽ നിന്ന് വറുത്തെടുക്കണം. ഈ സമയത്ത് നമുക്ക് ഒരു ചെറിയ ബൗളിൽ അല്പം വെള്ളം എടുത്ത് അതിനകത്തേക്ക് പിഴുപുളി ഇട്ട് വയ്ക്കാം. ഇഞ്ചിയൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഒന്നൊരല്പവും കൂടി മൂക്കണം, കുറച്ചും എല്ലാം ഉൾവശവും എല്ലാം നന്നായിട്ട് മൂത്ത് കിട്ടിയാലേ നമുക്ക് വേഗം പൊടിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഒരു 10 മിനിറ്റും കൂടി ഇങ്ങനെ തന്നെ കിടക്കട്ടെ. ഇഞ്ചിയെല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇഞ്ചിയെല്ലാം നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. പെട്ടെന്ന് തന്നെ കോരിയെടുക്കാൻ നോക്കണം, ഇല്ലെങ്കിൽ ബാക്കിയുള്ള ചിലപ്പോൾ കരിഞ്ഞു പോവും. അപ്പോൾ നമ്മൾ വേഗം തന്നെ ചെയ്യണം. ഒന്നാമത് നമ്മൾ അടുപ്പിൽ ചെയ്യുമ്പോൾ അടുപ്പിലാണ് ചട്ടിയിലാണ്, അപ്പോൾ തീ പെട്ടെന്നാണ് ചൂട് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് വേഗം തന്നെ നമുക്ക് എണ്ണയിൽ നിന്ന് ഇത് കോരിയെടുക്കാം. അപ്പം ഞാൻ എണ്ണയിൽ നിന്ന് ഇഞ്ചി എല്ലാം കോരിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് തണുത്തതിന് ശേഷം വേണം പൊടിച്ചെടുക്കാൻ. അപ്പോൾ എണ്ണ ഈ എണ്ണയിൽ തന്നെയാണ് നമ്മൾ കടുക് വറുക്കുന്നത്. അപ്പോൾ എണ്ണ ഒരു അല്പം കൂടുതലാണ്, അപ്പോൾ ഞാൻ കുറച്ച് എണ്ണ ഇങ്ങനെ മാറ്റിയെടുക്കുകയാണ്. അതിന് ശേഷം നമുക്ക് കടുക് വറുക്കാനായിട്ടുള്ള കടുകും വറ്റൽമുളകും ഇട്ട് കൊടുക്കാം. അതിലേക്ക് തന്നെ നമുക്ക് ഉള്ളി വറുത്ത് കോരി എടുക്കേണ്ടതായിട്ടുണ്ട്. കൊച്ചുള്ളിയും പച്ചമുളകും അതിന് വേണ്ടിയിട്ട് ഞാൻ അതിനകത്തേക്ക് ഇടുകയാണ്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുത്തൊന്ന് മൂപ്പിച്ചെടുക്കാം. അതൊന്ന് മൂത്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് തണുത്ത ഇഞ്ചി ഒന്ന് പൊടിച്ച് വയ്ക്കാം. ഉള്ളിയൊക്കെ ഒന്ന് ചെറുതായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് അതിനകത്തേക്ക് ആഡ് ചെയ്യേണ്ടത് മല്ലിപ്പൊടിയാണ്. ഞാനൊരു 3/4 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നേരത്തെ വെള്ളത്തിലിട്ട് വെച്ച പിഴുപുളി നന്നായിട്ട് പിഴിഞ്ഞ് ആ വെള്ളം നമുക്ക് ഇതിനകത്തേക്ക് അരിച്ചൊഴിച്ച് കൊടുക്കാം.
നമ്മൾ വറുത്ത് വെച്ചിരുന്ന ഇഞ്ചി തണുത്തത് പൊടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് അത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. കാണുമ്പോൾ കുറച്ച് ക്വാണ്ടിറ്റി ഉള്ളതെന്ന് തോന്നും, പക്ഷേ നമ്മൾ ഇത് എല്ലാം കൂടി സെറ്റായി വരുമ്പോഴത്തേക്ക് കുറുകി നമ്മുടെ പാകത്തിനുള്ള ഇഞ്ചിക്കറി നമുക്ക് കിട്ടും. അപ്പോൾ ഞാൻ അതും കൂടെ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളവും കൂടി അതിനകത്തേക്ക് ഒഴിക്കുകയാണ്. ഇനി ഇത് നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുക്കണം. അടി കൂട്ടി തന്നെ ഇളക്കി കൊടുക്കുക. ഇനി ഇത് നന്നായിട്ട് അടി കൂട്ടി തന്നെ ഇളക്കി കൊടുക്കുക. കറിച്ചട്ടിലൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് അടുക്കി പിടിക്കാൻ സാധ്യതയുണ്ട്. ഒരല്പം ഉപ്പും കൂടി നമുക്ക് അതിനകത്തേക്ക് ഇടാം. നമ്മുടെ ആവശ്യത്തിനുള്ള ഉപ്പും അതിനകത്തേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഒരു 1/4 ടീസ്പൂൺ അളവിൽ നമുക്ക് ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു ചെറിയ കഷ്ണം, ഒരു 1/4 ടീസ്പൂണിലും കുറവ് അളവിൽ നമുക്ക് കായപ്പൊടിയും കൂടി അതിനകത്തേക്ക് ആഡ് ചെയ്യാം. ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഇളക്കി അത് നല്ലപോലെ ഒന്ന് തിളച്ച് ചെറുതായിട്ടൊന്ന് കുറുകണം. അതാണ് അതിൻ്റെ ഒരു പാകം. അപ്പോൾ ഉപ്പൊക്കെ പാകമാണോ എന്ന് നോക്കണം ഈ ടൈമിൽ, അല്ലെങ്കിൽ കുറച്ചും കൂടി ഉപ്പൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് തിളച്ചൊന്ന് കുറുകുന്നത് വരെ വെയിറ്റ് ചെയ്യണം. ഞാനിതിനകത്തേക്ക് 2 തണ്ട് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്യുകയാണ്. ഒരു നുള്ളി ശർക്കരയും കൂടി ഞാൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇത് ചെറുതായിട്ടൊക്കെ കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഇഞ്ചിക്കറി റെഡി ആയിട്ടുണ്ട്. പുതിയ കറിച്ചട്ടി ആയതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്, കാരണം അതിനകത്ത് ഒന്നും കൂടി ഇരുന്ന് കുറുകും. ഇഞ്ചിക്കറി വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. വളരെ സിമ്പിളാണ് ചെയ്യാനും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്